ാണ് ഞാൻ. എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ്. സഹദേവ മന്ദിരമാണിത്. ഇവന്മാരങ്ങ് ഭയങ്കര ആക്ടിങ്ങാണ്. എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ ഇവിടെ ഇങ്ങനെ റോഡാണ്. വടക്കേലെ കുട്ടച്ചാരിങ്ങനെ അങ്ങ് അഭിനയിക്കും. അവൻ ഇതുവഴി പോയി അങ്ങ് അഭിനയമാണ്. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര അഭിനയം. പിന്നെ നമ്മുടെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ്, എൻ്റെ LLB ഡിഗ്രി വെച്ച് ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടി പ്രാന്താണ്. ഇവർക്ക് പ്രാന്തി വട്ടേ എന്നെല്ലാം വിളിച്ചങ്ങ് ഇതാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് വലിയ എൻ്റെ LLB ഡിഗ്രി വെച്ച് കോടികൾ അടിക്കണം ഇവന്മാർക്ക്. അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം മുഴുവൻ. അപ്പം അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇവിടോട്ട് ആരാണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇതെന്തൊക്കെയോ ഭയങ്കരമായ അലിഗേഷൻസ് ഇവന്മാർ പറയുന്നത്. ഭയങ്കര അലിഗേഷൻസ് ഇവന്മാരത്. എന്തെല്ലാം തോന്നിയാസം പറയുന്നതെന്ന് അറിയാമോ? അങ്ങ് വലിയ തോന്നിയാസ പറച്ചിൽ മുഴുവൻ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നമ്മളെ വിളിക്കുന്നതാണ് വേശ്യ, വ്യഭിചാരി, ഇതൊക്കെയാണ് ഇവൻ വിളിക്കുന്നത്. ഇവൻ്റെ വിളികളാണ് ഇതെല്ലാം. നമ്മുടെ ഈ റെക്കോർഡുണ്ട്. പിന്നെ ഈ പറയുന്നതാണ് ഇനിയിപ്പം നമ്മുടെ ദേഹത്തോട് ഭയങ്കരമായിട്ട് ചൂടടിക്കും. ഭയങ്കര കേരളത്തിലങ്ങ് ചൂടാന്ന്, ഭയങ്കര ചൂടാ പോലും. കേരളത്തിൽ അങ്ങ് ഭയങ്കര ചൂടാന്നാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ നമ്മളായിരുന്നപ്പോൾ ഇതുപോലെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര ചൂടാണ്. എന്നിട്ട് ക്രയോലേസർ അടിയാണ് ജോലി. നമ്മുടെ ദേഹത്തോട്ട് ക്രയോലേസർ അടിയാണ് ജോലി. തണുപ്പത്ത് ക്രയോലേസർ, അല്ലാത്ത സമയത്ത് ചൂട് ലേസർ. അങ്ങനെ പല രീതിയിലാണ് നമ്മളെ ഇതാക്കുന്നത്. നമ്മുടെ ലങ്സിനകത്ത് വരെ ചൂട് ചെല്ലുന്ന രീതിയിൽ ഇവന്മാർ അത്രയ്ക്ക് ചൂട് കാറ്റാണ് നമ്മുടെ മണ്ടയ്ക്കോട്ട് അടിക്കുന്നത്. ചൂടാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ചൂടുമില്ല. നമ്മൾ നട്ടടാ വെയിലത്താണ് കടയിലൊക്കെ പോകുന്നത്. ഒരു ചൂടുമില്ല അങ്ങനത്തെ. മനസ്സിലായില്ലയോ? കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. പക്ഷെ നമ്മുടെ മുറിക്കകത്തിരുന്നാലും ചൂട് കാറ്റാണ് നമ്മുടെ മണ്ടയ്ക്കോട്ട് അടിക്കുന്നത്. അതെവിടുത്തെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇങ്ങനെ എന്നിട്ട് എൻ്റെ അമ്മച്ചി പറയുന്നതും കൂടെയാണ്, ഭയങ്കര ചൂട്. എന്തുവാണെന്നാ ചൂടെന്തോ ചൂടാണ്. അപ്പം ഈ ഗൾഫിലുള്ളവരൊക്കെ എന്തോ ചെയ്യണം? ഗൾഫിലുള്ളവരൊക്കെ 40 ഇവിടെ കേരളത്തിൽ 36 പോകത്തില്ല ചൂട്. ഇത്ര വലിയ ചൂടാന്ന് പറയാം. മനസ്സിലായില്ലയോ? നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെ ചൂട് നമ്മൾ കണ്ടതാ. അത്രയ്ക്ക് വലിയ ചൂടൊന്നും അവിടെയില്ല. ഇവന്മാർ ഈ ഉണ്ടാക്കുന്ന ചൂടേ ഉള്ളൂ. 40 അപ്പുറം പോകുന്ന ചൂടും അത്ര വലിയ ചൂടൊന്നും ഇല്ല. നമ്മൾ നട്ടടാ വെയിലത്ത് പോയിട്ടുണ്ട് പലയിടത്തും. അപ്പം ഇതൊക്കെ വെറും ഇതാണ്. മനസ്സിലായില്ലേ? കാനഡയിൽ -41 ആളുകൾ ജീവിക്കും നല്ല കൂളായിട്ട്. പിന്നെ ഡൽഹിയിലെ കൂളിൽ ജീവിക്കാൻ പറ്റത്തില്ലയോ? അപ്പോൾ ഇവന്മാർ ക്രയോലേസർ അടിച്ച് നമ്മുടെ കൈയൊക്കെ കറപ്പിക്കുക, നമ്മുടെ ദേഹം കറപ്പിക്കുക, നമ്മുടെ ദേഹത്തെ ഫാറ്റ് ഉരുക്കുക, മസിൽസ് എല്ലാം ഉരുകി എന്ന് പറയാനായിട്ട് ഇതാക്കുക. ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ, നല്ല തടിച്ചികൾ. ഇവരുടെ ഒരു ചേട്ടത്തി ഉണ്ടായിരുന്നു, ഒരു 3 ഇരട്ടിയുണ്ട് സാധാരണ ഒരുത്തിയുടെ. ഒരു 100 കിലോ കാണും. ഒരു ബാക്ക് സീറ്റ് ഫുള്ള് കൊള്ളുമായിരുന്നു. എന്നിട്ട് അവരുടെ ഒന്നും ഉരുകിയില്ല. ഒരു മസിൽസും ഉരുകിയില്ല, ഒരു ഇതും ഉരുകിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ആളുകളെ ടാർഗറ്റ് ചെയ്യുക, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ഇപ്പം നിങ്ങളോട് പറയാനാണെങ്കിൽ വേറൊരു സംഗതിയുണ്ട്. എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താണെന്നറിയാമോ, നമ്മുടെ ഈ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരിങ്ങനെ അവിടെ ആക്സിഡൻറ്റിൽ പെട്ടു, അനങ്ങാതെ കിടന്ന് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിപ്പോയി. അതുപോലെ പിന്നെ നല്ല ജോലിയുള്ളവർ ഗൾഫിൽ ഒത്തിരി മരണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്, കൊച്ചാൾക്കാരുടെതൊക്കെ. പിന്നെന്താണ്, പിന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ റെഡിയാക്കുക. ഇതെല്ലാം ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവൻ പഠിക്കുന്നവനായിരുന്നു, നമുക്ക് ഇത്രയും പഠിച്ചിരുന്നെങ്കിൽ ജോലി കിട്ടി, ഇത്രയും കിട്ടിയേനേയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വരുത്തി കൊല്ലുക. എൻ്റെ കൊച്ചിനെയും അതുപോലെ എന്നെയൊക്കെ ഇതാക്കാൻ നോക്കുന്നുണ്ട് പല രീതിയിൽ. പിന്നെ ഇവൻ പറയുന്നതാണ്, നമ്മൾ SDM ലോ കോളേജിലാണ് ഞാൻ പഠിച്ചത്, ഞാൻ അവിടെ പോയി ഇതാക്കും, ഇവനെതിരെ പരാതി കൊടുക്കും. നമ്മളവിടെ എൻ്റെ സാറുമാർക്ക് എന്നെ ഇപ്പോഴും അറിയാം. ഇവൻ അഹങ്കാരം നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നു. നമ്മൾ അവിടെ പോയി ഏതാണ്ട് കഴിച്ച് നമുക്ക് അങ്ങനെ പ്രാന്തായെന്ന് അയ്യോ പിന്നെ എത്ര. അപ്പോൾ ഈ മയക്കുമരുന്ന് ഇവൻ നമ്പർ 1 കള്ളുകൂടിയനാണ്. ഇവൻ്റെ നാക്കേ തിരിയറില്ല. നമ്പർ 1 കള്ളുകൂടിയൻ. ഇവൻ ആ പ്രാന്തിപ്പായക്കുന്നത്. ഇവനും എൻ്റെ ഭാര്യയ്ക്കും പ്രാന്താണ്. കാരണം നട്ടടാവ് ഉച്ചയ്ക്കൊക്കെയാണ് ടോർച്ചെടുത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. പ്രാന്താണ് ഇവന്. അപ്പോൾ ഇങ്ങനെ അങ്ങ് നടക്കുക. പ്രാന്താണ്, മറ്റേതാണ്, മറിച്ചേതാണെന്നൊക്കെ പറയുക. നമ്മളെ അസുഖക്കാരാക്കാൻ നോക്കുക. പല രീതിയിലുള്ള എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ വരുത്താൻ നോക്കുക. ഇതിനകത്തൊക്കെ ഓരോന്ന് ആഡ് ചെയ്താണ് ഷുഗർ വരുത്താൻ നോക്കുന്നതും. അങ്ങനെ പല രീതിയാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നാണ് വെള്ളം വാങ്ങിക്കുന്നത്. നമ്മൾ വിശ്വസിച്ച് വാങ്ങിക്കുകയാണ്. നമ്മൾ മാറി വാങ്ങിക്കും. ഇപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇതിനകത്ത്
ചേർക്കത്തില്ലായിരിക്കാമെന്നാണ് നമ്മുടെ, പക്ഷേ നമ്മൾ ഡൽഹി നിൽക്കുമ്പോൾ നമ്മൾക്ക് ബാർകോഡ് പോലും ഇല്ലാതെ നമുക്ക് വെള്ളം തന്ന സംഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തെളിവ് സഹിതം വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളെന്ത് ഇതാക്കുന്നു അതിനകത്തൊക്കെ ഓരോന്ന് ചേർത്ത് തരിക. ഇവിടെ തന്നെ ചേർക്കുന്നതുകൊണ്ടെന്നറിയാം, എൻ്റെ അമ്മച്ചിയുടെ കയ്യിലൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പാല് അടുത്ത ദിവസം നമുക്കറിയാം അതിനകത്ത് വ്യത്യാസം വരുന്നതൊക്കെ. ഇവരുടെ ഈ കുടുംബം എന്ന് പറയുന്നത് വലിയ കള്ള കുടുംബമാണ്. ഈ വല്യത്ത് കുടുംബം പല രീതിയിൽ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുന്ന കള്ള കുടുംബമായി എൻ്റെ അമ്മച്ചിയുടേതും ഈ പോച്ചയെ കുടുംബമെല്ലാം. അങ്ങനെയുള്ളവരെ തമ്മിൽ ഈ കെട്ടിക്കുന്നതും എന്നിട്ട് ഓരോരുത്തരെ ഇതാക്കുന്നത്. എൻ്റെ അച്ഛന് 57 വയസ്സിലെ എല്ലാം റെഡിയാക്കി. എൻ്റെ അച്ഛന് 50 വയസ്സ് വരെ പട്ടാളത്തിലിരിക്കുമ്പോൾ ഒരു അസുഖവും ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എന്തൊക്കെയാണ് ഷുഗർ വന്നു, പ്രഷർ, ഹാർട്ട് അറ്റാക്ക് എന്ന് വേണ്ട ഇതെല്ലാം നിമിഷം 57-ാമത്തെ വയസ്സിൽ റെഡിയാക്കുകയും ചെയ്തു എൻ്റെ അച്ഛനെ. അപ്പം വലിയ വലിയ എമൗണ്ടൊക്കെ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ. ഇതുപോലെ അങ്ങനെ പല പല കള്ളത്തരങ്ങളുള്ള കുടുംബമാണ് ഇവിടെ മാറുന്നതെല്ലാം. അതുപോലെ ഈ ലവൻ തന്നെ പറയുന്നുണ്ട് കൊന്നേന്ന് എന്തുവാ. അപ്പം ഇങ്ങനെ നടക്കുന്ന അവൻ പറയുന്നുണ്ട് കൊന്നേന്ന്. ആൾക്കാർ എന്നോടും ചോദിച്ചതാണ്. ഞാനിവിടെ 2018 ഇവിടെ വരുമ്പോൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ ദീപയുടെ അനിയൻ എന്തിനാ കെട്ടിത്തൂങ്ങി ചത്തേന്ന് എന്നോട് ചോദിച്ചതിൻ്റെതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് നാച്ചുറൽ ഡെത്ത് അല്ല, പിന്നെ എന്തൊക്കെയോ രീതിയിലുള്ള കൊലപാതകങ്ങളാണ്. ഇത് ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കിയാണ് ഇവനെ റെഡിയാക്കിയത്. അതുപോലെ എൻ്റെതും പ്രോപ്പർട്ടിയൊക്കെ ഇതുപോലെ എന്നെ റെഡിയാക്കാനായിട്ട് ഈ കുട്ടച്ചാരങ്ങ് 2020 പാട്ടായിരുന്നു. വസ്തു എഴുതി വെച്ച് എന്ന് പറഞ്ഞ് വലിയ പാട്ടൊക്കെ. എന്നിട്ട് ഈ എൻ്റെ അമ്മച്ചി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒന്നും ഇല്ലാതെ ഇവിടുന്ന് മുങ്ങിയേച്ച് എവിടെയൊക്കെയോ പോയി നിൽക്കുകയായിരുന്നു. അവൾ എന്നെ ഒരു ഫോൺ കോൾ പോലും എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഇവർ ചെയ്യത്തില്ലായിരുന്നു. ഇവർ വിചാരിച്ച് എന്നെ അങ്ങ് വക വരുത്തും, എല്ലാം കൂടെ സ്വത്തെല്ലാം കൂടെ അങ്ങ് കിട്ടുമെന്നാണ് ഇവൾ വിചാരിച്ചത്. എന്നിട്ട് എല്ലാ തെളിവുണ്ട്. എന്നിട്ട് ഇവന്മാരെന്നെ റെഡിയാക്കാനൊക്കെ ഈ ഇവിടെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഈ വീട് ഒരു കൊലപാതകം ചെയ്തവൻ്റെ വീടാണ്. അനിയപ്പൻ, നിങ്ങൾക്ക് വന്ന് തിരക്കാം. അനിയപ്പൻ എന്ന് പറയുന്ന ഒരുത്തനെയാണ് ഒറ്റ കുത്തിന് കൊന്നത്. ഇവൻ പരോളിൽ അങ്ങ് ഇറങ്ങി വരികയായിരുന്നു, കൂടെ പരോളിൽ. അപ്പം നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ അറിയാമല്ലോ, പരോളിൽ ഇറങ്ങുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതൊന്നും ഇല്ലാതെ ഇങ്ങനെ കൂടെ പരോളിൽ ഇറങ്ങി വരിക. നമ്മളെ വിളിച്ചിട്ട് 1000 രൂപയുണ്ടോ രാത്രിയിലൊക്കെ ഞങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവിടോട്ടങ്ങ് ഇവനെ കയറ്റത്തേ ഇല്ലായിരുന്നു. അങ്ങനെ പല ഇതാണ്. എൻ്റെ അമ്മച്ചിക്ക് പിന്നെ ഇവനെ ഇവിടോട്ട് കയറ്റി വെക്കണം, പല ആണുങ്ങളെ ഇവിടോട്ട് കയറ്റി വെക്കണമെന്നൊക്കെയുള്ള അവൻ ഇങ്ങോട്ട് വരട്ടെ, മറ്റവൻ ഇങ്ങോട്ട് വരട്ടെ, മറിച്ചവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രോഗങ്ങളായിരുന്നു എൻ്റെ അമ്മച്ചിക്കും. അതൊക്കെ നമ്മളങ്ങ് നിർത്തി. പിന്നെ രാജമ്മയെന്ന് പറയുന്ന ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് കുറേ ഓട്ടോക്കാരനെയും പത്രക്കാരനെയും പിന്നെ ഈ സാമിയെയും എന്ന് വേണ്ട കണ്ട ആണുങ്ങളെ മുഴുവൻ ഇവിടെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു ഇവരുടെ ജോലി. മിനിറ്റിന് പത്രക്കാരൻ വന്ന് പത്രം ഇട്ടേച്ച് ഇവിടെ ഇങ്ങനെ കയറി അങ്ങ് നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ പത്രം ഇടാൻ വരുന്നത്? പത്രം ഇട്ടടിച്ച് അവനങ്ങ് പോവും. മനസ്സിലായില്ലയോ? ഇത് ഇവിടെ ഇങ്ങനെ കയറി ഇവിടെ അങ്ങ് നിൽക്കുമോ എന്തുവാണ്? അപ്പോൾ ഇതൊക്കെ. പിന്നെ പാല് തരാൻ വരുന്ന അവനുണ്ട്, ഒരു മുരളി എന്ന് പറഞ്ഞൊരു ഓട്ടോക്കാരൻ. അവനങ്ങ് അകത്ത് വരെ വരിക. അങ്ങനെ പല വേലകൾ അകത്ത് വരെ അങ്ങ് വരിക. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുരളിയുടെ മോൻ വന്ന ഹെൽമെറ്റ് ഊരത്തില്ല. അവൻ ഇവിടെ വരെ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് ആൾമാറാട്ടമൊക്കെ നടത്തി പോകുന്നത്. അതുപോലെ ഇതുപോലെ ഇവിടെ കൂടെ പോകുന്നവന്മാർ സ്കൂട്ടർ അവിടെ വെച്ചാൽ ഹെൽമെറ്റ് ഊരാതല്ല അങ്ങ് വരെയും പോകുന്നത്. ഇതൊക്കെയാണ് ഈ ആൾമാറാട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ. ഹെൽമെറ്റ് വണ്ടിയെ പോകുന്നതിനല്ലയോ, അവന്മാരിങ്ങനെ ഹെൽമെറ്റും എല്ലാം വെച്ച് ഇങ്ങനെ ഊരാതിങ്ങനെ അങ്ങ് നടക്കുക. ഹെൽമെറ്റ് ഊരാതെ ഇങ്ങനെ അങ്ങ് നടന്നു പോവുക, ഇതുവഴി ഇങ്ങനെ അങ്ങ് പോവുക. ഇതെല്ലാം ഇങ്ങനെ ആൾമാറാട്ടം നടത്തുക. നമ്മുടെ വീട്ടിലോട്ട് ആരാണ്ട് വരുന്നത്, ഇവൻ്റെ വഴിയെ പോകുന്നവരെല്ലാം നമ്മുടെ വീട്ടിലാണ് വരുന്നതെന്ന് പറഞ്ഞ് കഥകളുണ്ടാക്കുക. പിന്നെ പല കഥകളാണ്. നമ്മുടെ വസ്തുവും വകയും തട്ടിയെടുക്കാൻ നോക്കുക. ഭയങ്കര വലിയ രോഗങ്ങളാണ്. ഇത് സെറ്റിൽമെൻറ്റ് രീതി കൂടെ കിട്ടിയതാണ്. പ്രീത എസ് പണിക്കർ എന്ന് പറഞ്ഞവർക്കൊന്നും ഇവിടെ ഒരു അവകാശവും ഇല്ല. അവർക്ക് ഒരു അവകാശം ഇവിടെ ഇല്ല. അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. നാട്ടുകാർക്കെല്ലാം അറിയാം അവിടുത്തെ തേക്കിൻ്റെ വിലയില്ല ഇവിടെ എന്നുള്ളത്. മനസ്സിലായില്ലയോ? അവൻ വന്നിട്ടുണ്ട്, എൻ്റെ തലയിലോട്ട് പതിയെ അടിക്കാൻ തുടങ്ങി. ആരാന്നറിയത്തില്ല. അവനിങ്ങനെ വരിക, ഫോണിലിങ്ങനെ അങ്ങ് ഇരിപ്പാണ് എൻ്റെ ജോലി. അവനാ നമ്മളോക്ക് ഓർഡർ ഇടുന്നത്. ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രോഗങ്ങളാണ്. അപ്പം ഇവൻ അതിനകത്ത് കയറി ഫുൾ ടൈം ഇവൻ്റെ ഫോൺ ഓണാണ്. അവൻ എന്തോ എടുക്കും ഇതിനത്രയും. പൂജ ചെയ്യാൻ വരുന്ന അമ്പലങ്ങളിലെല്ലാം പൂജാരിമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ റൂമും കിടക്കാനുള്ള സൗകര്യം ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? എത്രയോ അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെയാണോ?
അവർ പൂജ ചെയ്ത് നല്ല ഒന്നതിനെ കഷ്ടപ്പെട്ട് പൂജ ചെയ്യുക, നല്ല ജോലിയുണ്ട് അവിടെയൊക്കെ. ഇവൻ ചുമ്മാ വന്നിരുന്നേച്ച് കാശ് വാങ്ങിച്ചുകൊണ്ടിങ്ങനെ അതിലത്തെ പെണ്ണുങ്ങളെ എന്തോ കമ്പി വടിയും കൊണ്ട് വന്ന് മറ്റേത് വന്നു മറിച്ചേത് വന്നൊക്കെ കഥയുണ്ടാക്കി വന്ന് നടക്കുക. വേറെ എവിടെ ഉണ്ട് ഇങ്ങനത്തെ ഇത്? അതിലത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ ഇവൻ ആരാ? ഇപ്പം സമയം എന്ന് പറയുന്നത് 6:58. ഇന്ന് 23 മാർച്ചാണ്.